പാകിസ്ഥാനെ ആക്രമിക്കാൻ പോയിട്ട് ഇന്ത്യക്ക് വിമാനങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് കുറേ പേര് ഇറങ്ങിയിട്ടുണ്ട്. ഈ പ്രൊപ്പഗാൻഡ വിഴുങ്ങുന്നവർ സാധാരണഗതിയിൽ നമുക്കിഷ്ടപ്പെട്ട ഒരു പ്രൊപ്പഗാൻഡ വരുമ്പോൾ നമ്മളത് പിന്നെ വെരിഫൈ ചെയ്യുന്നില്ല, അതങ്ങ് വിഴുങ്ങും. അതാണ് ശരിയെന്നങ്ങ് തീരുമാനിക്കും. നമുക്ക് ഇഷ്ടപ്പെട്ട നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സീൻ അത് നടന്നു എന്നാരെങ്കിലും പറഞ്ഞാൽ നമ്മൾ കൂടുതൽ വെരിഫൈ ചെയ്യുക, അതാ നടന്നോ, ആ ജോർ, ഇങ്ങനെയുള്ള സ്വഭാവക്കാരുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇന്ത്യക്കകത്ത് ധാരാളം പാകിസ്ഥാനുണ്ട്. പാകിസ്ഥാൻ മനോഭാവമായിട്ട് നടക്കുന്ന ധാരാളം പേരുണ്ട്. ഇന്ത്യ ഒരു വീക്ക് സ്റ്റേറ്റാണ്, കാശിന് കൊള്ളില്ലാത്തതാണ്, പാകിസ്ഥാന് മുമ്പിലൊന്നും പിടിച്ചിരിക്കാമെന്ന് ഇന്ത്യക്ക് പറ്റില്ല എന്ന് ചുമ്മാ മോദി എന്നൊക്കെ പറഞ്ഞ് വെറുതെ ബുദ്ധിശൂന്യനായ ഒരു പ്രധാനമന്ത്രി, ഇങ്ങനെയൊക്കെ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നവർ, പാകിസ്ഥാനാണ് ശരിയെന്ന് വിശ്വസിക്കുന്നവർ, കാശ്മീർ അങ്ങോട്ട് കൊടുത്താൽ ഈ പ്രശ്നം തീരുമെന്ന് വിശ്വസിക്കുന്നവർ, കാശ്മീർ കൊടുത്താലും ഈ കുന്തം തീരാൻ പോകുന്നില്ല, കാരണം ഇത് സിവിലൈസേഷണൽ വാറാണെന്ന് ആസിം മുനീർ, പാകിസ്ഥാൻ്റെ പട്ടാള ജനറൽ, അതിനപ്പുറത്തേക്കൊന്നും ഇല്ലല്ലോ, ഷഹബാസ് ഷെരീഫ് എന്ന് പറയുന്ന പ്രധാനമന്ത്രി പോലും പട്ടാള ജനറലിൻ്റെ കീഴിലാണ് പ്രാക്ടിക്കലി. ആ മനുഷ്യനാണ് പറയുന്നത് ഇത് ഹിന്ദു മുസ്ലിം യുദ്ധമാണ്, സിവിലൈസേഷണൽ വാറാണ്. അപ്പോൾ പിന്നെ ഇത് എപ്പോഴാണ് നിൽക്കാൻ പോകുന്നത്? കംപ്ലീറ്റ് ഹിന്ദുക്കൾ മരിച്ചാൽ, അല്ലാതെ കാശ്മീർ കൊടുത്താലൊന്നും തീരാൻ പോണില്ല. അത് വേറൊരു കാര്യം. ഈ വിമാനങ്ങൾ നഷ്ടപ്പെട്ടോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കണമല്ലോ. ഈ പറഞ്ഞ ആൾക്കാരൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന സോഴ്സ് ഏതാ? റോയിട്ടർ, ഇംഗ്ലണ്ടിലെ ഗാർഡിയൻ, ഇംഗ്ലണ്ടിലെ ടെലഗ്രാഫ്, പിന്നെ അമേരിക്കയിലെ വാഷിങ്ടൺ പോസ്റ്റ്, ന്യൂയോർക്ക് ടൈംസ്. അവർ ഡിപ്പെൻഡ് ചെയ്യാത്തൊരു ചാനലുണ്ട്, അതിനെയാണ് ഏറ്റവും അധികം ഡിപ്പെൻഡ് ചെയ്യുന്നത്. അത് അൽ ജസീറയാണ്. അൽ ജസീറയുടെ പേര് ആരും പറഞ്ഞു കേട്ടില്ല. ഏതായാലും ഞാൻ ഈ പറഞ്ഞ 6 എണ്ണമൊക്കെ എടുത്തു നോക്കി, എല്ലാവരും ഈ പറഞ്ഞ പോലെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അൽ ജസീറ ഇന്ത്യക്ക് 2 വിമാനങ്ങൾ, ഇന്ത്യയുടെ 2 വിമാനങ്ങൾ വെടിവെച്ച് വീഴ്ത്തിയതായിട്ട് പാകിസ്ഥാൻ ക്ലെയിം ചെയ്യുന്നു. ഇതാണ് അൽ ജസീറയുടെ ഫീൽഡ് റിപ്പോർട്ടർ അൽ ജസീറയുടെ ഡെസ്കിലേക്ക് വിളിച്ച് പറയുന്നത്. ഡെസ്കിലുള്ള സ്ത്രീ പാകിസ്ഥാൻ്റെ ഡിഫൻസ് മിനിസ്റ്ററുമായിട്ട് ഡയലോഗ് നടക്കുന്നുണ്ട്, ചോദ്യോത്തരം. അതിൽ പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി, ഡിഫൻസ് മിനിസ്റ്റർ ഇതൊന്നും ക്ലെയിം ചെയ്യുന്നില്ല. അങ്ങേര് പറയുന്നു ഇന്ത്യ ഞങ്ങളെ അനാവശ്യമായിട്ട് ഉപദ്രവിച്ചു, കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഡിഫൻസ് മിനിസ്റ്റർ പറയേണ്ട കാര്യങ്ങളൊക്കെ പുള്ളി പറയുന്നു, ഒരുപാട് പൊങ്ങച്ചമൊക്കെ പറയുന്നു, തീർത്ത് കളയും ഞാൻ എന്നൊക്കെ പറയുന്നു. ബട്ട് അങ്ങേര് വിമാനങ്ങൾ വെടിവെച്ച് വീഴ്ത്തിയെന്ന് പറയുന്നില്ല. 5 വിമാനങ്ങൾ എന്ന് ആദ്യം റിപ്പോർട്ട് ചെയ്തത് CNN ആണ്. CNN പറഞ്ഞത് പാകിസ്ഥാൻ ക്ലെയിം ചെയ്യുന്നു എന്നാണ്, അല്ലാതെ CNN ഇൻഡിപെൻഡൻ്റ്ലി വെരിഫൈ ചെയ്തു എന്നല്ല. ഇൻഡിപെൻഡൻ്റ്ലി വെരിഫൈ ചെയ്യാൻ പോയ ഒരു കക്ഷി ന്യൂയോർക്ക് ടൈംസ് ആണ്. ന്യൂയോർക്ക് ടൈംസ് ഇന്ത്യയിലെ അല്ലെങ്കിൽ കാശ്മീരിലെ ഒരു വില്ലേജ് എന്ന് പറഞ്ഞ് കാണിക്കുന്നു. അവിടെ ഇരുമ്പിൻ്റെയോ അല്ലെങ്കിൽ അലൂമിനിയം പോലെ ഇരിക്കുന്നത് കണ്ടാൽ അതിൻ്റെ കുറേ കഷ്ണങ്ങൾ കിടക്കുന്നു, അതിൻ്റെ വീഡിയോ എടുക്കുന്നു. അപ്പോൾ പുറകിൽ നിന്ന് ഒരാൾ ഹിന്ദിയിൽ പറയുന്നു, ഉസ്കാ പാർട്ട് ഹെ, ഇതതിൻ്റെ ഒരു പാർട്ടാണ്, ജഹാജ് വഹാ ഗിരാ ഹെ, വിമാനം ദേ അവിടെയാണ് വീണിരിക്കുന്നത്. അപ്പം ഞാനും വിചാരിച്ചു എന്നാൽ ഇനി അവിടെ വിമാനം വീണെടുത്ത് കൊണ്ടുപോകുമെന്ന്. ഇല്ല, അവിടെ വെച്ച് ആ വീഡിയോ അങ്ങ് തീർന്നു. മനസ്സിലായി? ഒരു ഷൂ, ഒരു വെളുത്ത സ്പോർട്സ് ഷൂ ചെളിയിൽ പൊതഞ്ഞ് കിടക്കുന്നതും ആ വീഡിയോയിൽ കാണാം. അത് ക്ലോസപ്പിലൊക്കെ കാണിക്കുന്നത് എന്തിനാണെന്നറിയില്ല. ഇതാണ് ഈ പറഞ്ഞ ന്യൂയോർക്ക് ടൈംസിൻ്റെ വീഡിയോ. എന്തിന്? ഇന്ത്യയിലെ ഹിന്ദു പത്രം 3 വിമാനങ്ങൾ വീണു എന്ന് പറഞ്ഞിട്ട് അലൂമിനിയത്തിൻ്റെ ഒരു 3 ടാങ്കോ അങ്ങനെ എന്തോ കാണിച്ചു. കുറേ മണിക്കൂർ അത് അവരുടെ വെബ്സൈറ്റിലുണ്ടായിരുന്നു. പിന്നെ ആ വാർത്ത അവർ പിൻവലിച്ചിട്ട് പറഞ്ഞു ഈ വാർത്ത കൺഫ്യൂഷൻ ഉണ്ടാകുന്നതുകൊണ്ട് ഞങ്ങൾ പിൻവലിക്കുന്നു. എന്ത് കൺഫ്യൂഷൻ? വിമാനം വീണെങ്കിൽ വിമാനം വീണു, വീണില്ലെങ്കിൽ വീണില്ല, ഇതിൽ കൺഫ്യൂഷൻ എന്താ? ഹിന്ദുവിനെ ഉറച്ചു നിൽക്കാമായിരുന്നില്ലേ അതിൽ? ഹിന്ദു പറഞ്ഞത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സോഴ്സിൽ നിന്നാണ് ഞങ്ങൾക്ക് ഈ വിവരം കിട്ടിയതെന്നാണ്. ഹിന്ദു അതിൽ ഉറച്ചു നിൽക്കുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പറഞ്ഞതല്ലേ. പിന്നെ ഇതിനെ പിൻവലിച്ചത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പറഞ്ഞിട്ടില്ല. ഹിന്ദു ഡിപ്പെൻഡ് ചെയ്തതും ഈ പറഞ്ഞ റോയിട്ടേഴ്സും ഈ കള്ള ഗാങ്ങിനെയാണ്. നിങ്ങൾ എത്രയോ കാലമായി റോയിട്ടേഴ്സ്, ഇംഗ്ലണ്ടിലെ ടെലഗ്രാഫ്, ഗാർഡിയൻ, വാഷിങ്ടൺ പോസ്റ്റ്, ന്യൂയോർക്ക് ടൈംസ്, ഇവരെല്ലാം ആൻറ്റി ഇന്ത്യ നരേറ്റീവ് ഓടിക്കുന്നവരാണ്. ഇവരൊക്കെ ചെയ്തിരിക്കുന്നത്
പാകിസ്ഥാൻ ക്ലെയിംസ് എന്ന് പറഞ്ഞിട്ടാണ് ഈ 2 വിമാനം 3 വിമാനം 5 വിമാനം ഒക്കെ പറയുന്നത്. പാകിസ്ഥാൻ്റെ ക്ലെയിമാണ്. യെസ്, പാകിസ്ഥാൻ ക്ലെയിം. വൈകുന്നേരം ആയി കഴിയുമ്പോൾ ഷഹബാസ് ഷെരീഫ് തന്നെ ക്ലെയിം ചെയ്തു 80 വിമാനങ്ങളാണ് അറ്റാക്കിന് വന്നത്, 5 വിമാനങ്ങൾ ഞങ്ങളുടെ വീരശൂര പരാക്രമികൾ വെടിവെച്ചിട്ടു, ബാക്കി വിമാനം തിരിച്ചു പോയി. അപ്പോൾ 80-ൽ 5 പോയി കഴിഞ്ഞാൽ 75 വിമാനം തിരിച്ച് സേഫായിട്ട് ഇന്ത്യയിലേക്ക് പോയി എന്ന് ചുരുക്കം. അങ്ങേരുടെ ക്ലെയിമാണ് 5 വിമാനം. ഈ 5 വിമാനത്തിൻ്റെ ഫോട്ടോയോ വീഡിയോയോ ഉണ്ടോ? ഇല്ല. അത് ചോദിക്കുമ്പോൾ അത് ഇന്ത്യൻ അതിർത്തിയിലാണ് വീണത്. ഇന്ത്യൻ അതിർത്തിയിൽ വീണ് കഴിഞ്ഞാൽ ഇവിടുത്തെ പത്രക്കാർ മുഴുവൻ മോദിയെ പേടിച്ചിട്ട് അവർ മിണ്ടുന്നില്ല. ശരി, ഫോറിനേഴ്സിന് റിപ്പോർട്ട് ചെയ്യാൻ എന്താ? അൽ ജസീറയ്ക്ക് റിപ്പോർട്ട് ചെയ്യാം, വാഷിങ്ടൺ പോസ്റ്റിന് റിപ്പോർട്ട് ചെയ്യാം, ന്യൂയോർക്ക് ടൈംസിന് റിപ്പോർട്ട് ചെയ്യാം, റോയിട്ടേഴ്സിന് റിപ്പോർട്ട് ചെയ്യാം. റോയിട്ടേഴ്സ് വരെ പറയുന്നത് എന്താണെന്നറിയാമോ? ഐ വിറ്റ്നസ് ഞങ്ങളുടെ റിപ്പോർട്ടറോട് പറഞ്ഞു എന്നാണ് റോയിട്ടേഴ്സിൻ്റെ റിപ്പോർട്ട്. എത്ര മനോഹരമായ ഒരു നരേറ്റീവാണെന്ന് നോക്ക്. റോയിട്ടേഴ്സ് പറഞ്ഞതാണോ ഇത്? അല്ല. റോയിട്ടേഴ്സിൻ്റെ റിപ്പോർട്ടർ പറഞ്ഞതാണോ ഇത്? അല്ല. റോയിട്ടേഴ്സിൻ്റെ റിപ്പോർട്ടിനോട് ഒരു ഐ വിറ്റ്നസ് പറഞ്ഞു. ആ ഐ വിറ്റ്നസ് ഏതാ? അത് പറയില്ല, അത് ഞങ്ങളുടെ സോഴ്സാണ്. ഈ കള്ളക്കളികളുടെ കള്ള നരേറ്റീവ് ഇതൊക്കെ സംശുദ്ധമായ ഇന്ത്യ വിരുദ്ധ പ്രചരണമാണ്, പാകിസ്ഥാൻ അനുകൂല പ്രചരണമാണ്. അത് ഭാരതത്തിൽ ഏറ്റുപിടിക്കുന്ന ചാനലുകളോ യൂട്യൂബർമാരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരാണ് ഈ ഞാൻ ഇന്ത്യയ്ക്കുള്ളിലെ പാകിസ്ഥാൻ എന്ന് വിളിക്കുന്നത് ഈ മനസ്സുകളെയാണ്. ദേ ആർ ഹാപ്പി ദാറ്റ് ഇന്ത്യ അറ്റ്ലീസ്റ്റ് ലോസ്റ്റ് 5 എയർക്രാഫ്റ്റ്സ്. 5 പോയല്ലോ. എന്നിട്ട് അവർ സീരിയസ് ആയിട്ട് പറയും നമുക്ക് നമ്മുടെ വിമാനങ്ങൾ പഴയതാണ്, നമ്മളെ ശ്രദ്ധിക്കണം, മോദിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പറഞ്ഞു കൊടുക്കാം. ഞാൻ 1973 ആസാമിലുണ്ടായിരുന്നപ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ട് ആധികാരികമായിട്ട് അങ്ങോട്ട് തള്ളി മറിക്കും. എന്തു ചെയ്യും? കേൾക്കുമ്പോൾ ആൾക്കാർ ചെയ്യും. ഇങ്ങനെ പണ്ട് ആസാമിൽ പോയത് ആർക്ക് വേണ്ടി എന്നൊക്കെ പറഞ്ഞ് പഴയൊരു പാട്ടുണ്ടല്ലോ. ഈ പരിപാടിയാണ് ഇവരെല്ലാം കൂടെ നടത്തുന്നത്. നരേറ്റീവ്, വാർ ഓഫ് നരേറ്റീവ് എന്ന് പറയും. നമ്മൾ ജയിച്ചാൽ പോലും നമ്മൾ തോറ്റു, ആ ജയത്തിലൊരു സംശയമുണ്ട്, ആ ചന്ദ്രനൊരു കളങ്കമുണ്ട് എന്നൊക്കെ. ഈ മോദി വിരോധം, ഭാരതത്തിനോടുള്ള വിരോധം, ഹിന്ദു വിരോധം, ഇതെല്ലാം കൂടിക്കലർന്ന അസ്ഥിയിൽ പിടിച്ച വിരോധങ്ങൾ. ഇതൊക്കെ ചേർത്തിട്ട് ആളുകളിങ്ങനെ പടച്ചു വിടുകയാണ്. യൂട്യൂബർമാർ വീഡിയോ പടച്ചു വിടും, ചാനലുകൾ വാർത്ത പടച്ചു വിടും. ഈ വാർത്ത നമ്മൾ ഡീകൺസ്ട്രക്റ്റ് ചെയ്യണം കേട്ടോ, എപ്പോഴും അത് ശ്രദ്ധിക്കണം. ഇതാര് പറഞ്ഞു എന്ന് ചോദിച്ചാൽ ഇവരുടെ ഇതിൽ ഉത്തരം ഉണ്ടാവില്ല. ഇവർ പറയും ദൃക്സാക്ഷി ഞങ്ങളുടെ റിപ്പോർട്ടറോട് പറഞ്ഞു, റിപ്പോർട്ടർ ഡെസ്കിനോട് പറഞ്ഞു, ഡെസ്ക് അത് നാട്ടുകാരോട് പറഞ്ഞു. ഇങ്ങനെയാണ് ഒരു വാർത്ത വരുന്നത്. അങ്ങനെയാണല്ലോ വാർത്ത വരുന്നതും അങ്ങനെയാണ്. ബട്ട് ഈ ദൃക്സാക്ഷിയെ കാണിക്കണ്ടേ? ഇല്ല. റിപ്പോർട്ടറെ കാണിക്കും, പക്ഷേ അയാൾ ഇത് പറയുന്നതായിട്ട് കാണിക്കില്ല, വേറെ ചിലതൊക്കെ അയാൾ പറയും. അൽ ജസീറ അങ്ങനെയാണ് ചെയ്തത്. അൽ ജസീറ റിപ്പോർട്ടർ പറഞ്ഞു പാകിസ്ഥാൻ 2 വിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്ന് അവരവകാശപ്പെടുന്നു. അൽ ജസീറ കുറച്ചുകൂടെ സത്യസന്ധരാണെന്ന് എനിക്ക് തോന്നുന്നു ഈ കൂട്ടത്തിൽ. ഇവരെല്ലാവരും എത്രയോ കാലമായി ഇന്ത്യ വിരുദ്ധ നരേറ്റീവ് ഓടിക്കുന്നു, അതിൻ്റെ കൂട്ടത്തിൽ ഇതും ഓടിക്കുന്നു. ഇനി വേസ്റ്റ് കേസ്, ഷഹബാസ് ഷെരീഫ്, അദ്ദേഹമാണല്ലോ ഇതിൻ്റെ നേതാവ്, അൾട്ടിമേറ്റ്. ആ മനുഷ്യൻ പറഞ്ഞത് സത്യമാണ് എന്നൊന്നും നമുക്ക് വാദത്തിന് വേണ്ടി സമ്മതിച്ച് നോക്കാം. നമുക്ക് 80-ൽ 5 വിമാനങ്ങൾ വീണു, അതായത് 16-1, ഹാർഡ്ലി 6.something%. ഒരു യുദ്ധത്തിൽ നിങ്ങളുടെ ഡാമേജ് 6.something% ആണെങ്കിൽ അതിലും വലിയ സക്സസ് എന്താ? യുദ്ധത്തിലെ ഡാമേജ് അങ്ങോട്ടും ഇങ്ങോട്ടും ഡാമേജ് ഉണ്ടാവുമല്ലോ. അതോ ആരെങ്കിലും വിചാരിച്ചോ ഇന്ത്യക്ക് ഒരു പോറൽ പോലും ഏൽക്കില്ല, ഇന്ത്യ അങ്ങോട്ടങ്ങ് നേടിക്കള? അങ്ങനെയല്ലല്ലോ. പാകിസ്ഥാൻ അവരുടെ ഒരു ആയുധങ്ങൾ, അവരുടെ മിലിറ്ററി സംവിധാനമൊക്കെ അവർക്കുമുണ്ട്. ചൈന അവരെ സഹായിക്കുന്നുണ്ട്, തുർക്കി അവരെ സഹായിക്കുന്നുണ്ട്, ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ നെവർ അണ്ടർ എസ്റ്റിമേറ്റ് യുവർ എനിമി. പാകിസ്ഥാനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്, പാകിസ്ഥാനെ തോൽപ്പിക്കണം. ബട്ട് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ തോൽക്കുന്നതിൻ്റെ തുടക്കമാണ്. സോ ദർ വിൽ ബി ഡാമേജ് ഓൺ ബോത്ത് സൈഡ്സ്. ബട്ട് ഹൗ മച്ച് ഈസ് ദ ഡാമേജ്? ഇറ്റ് ഈസ് ഹാർഡ്ലി 6%. ഡെഫിനറ്റ്ലി ഇനി ആ ഡാമേജ് ഉണ്ടായി, നമ്മുടെ 5 വിമാനം തകർത്തു എന്ന് വിചാരിച്ചാൽ പോലും ഇറ്റ് ഈസ് എ സക്സസ്.
ബട്ട് നമ്മുടെ ആൾക്കാരുടെ ഉള്ളിൽ പോയല്ലോ എന്നൊരു ദുഃഖമുണ്ടാക്കുക, ആത്മവിശ്വാസം തകർക്കുക. അതിന് വേണ്ടിയിട്ടാണ് ഈ നരേറ്റീവ്. ഈ 5 വിമാനം തകർന്നു എന്ന് പറയുന്നത് പച്ചക്കള്ളമാണ്, പച്ചക്കള്ളം. ദേ കുഡ് നോട്ട് പ്രൊഡ്യൂസ് എനി വീഡിയോ ഓർ ഫോട്ടോ. അത് കാണിക്കണ്ടേ? ഇന്ത്യൻ സൈഡിൽ ഒരു വിമാനം തകർന്ന് വീണ് കഴിഞ്ഞാൽ 2 സ്ക്വയർ കിലോമീറ്ററിലെങ്കിലുമാണ് അതിൻ്റെ ഡെബ്രി വീഴുന്നത്. ആരെങ്കിലും അതിൻ്റെ വീഡിയോ എടുക്കാതിരിക്കുമോ, ഫോട്ടോ എടുക്കാതിരിക്കുമോ? അങ്ങനെ 5 എണ്ണം വീണ് കഴിഞ്ഞാൽ പല സ്ഥലത്തായിട്ട് വീഴുന്നു എന്ന് വിചാരിക്കുക. എത്ര പേർക്ക് ഇതിൻ്റെ ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റും? ഇതെല്ലാം ഇന്ത്യൻ പട്ടാളത്തിന് തടയാൻ പറ്റുമോ? നോ, ഇറ്റ് ഈസ് ഇംപ്രാക്ടിക്കൽ. ദെയർഫോർ ഇറ്റ് ഹാസ് നോട്ട് ഹാപ്പൻഡ്. പാകിസ്ഥാനോട് തെളിവ് ചോദിക്കും. പാകിസ്ഥാൻ പറയുന്നത് ഞങ്ങൾക്ക് തെളിവൊന്നും തരാൻ പറ്റില്ല, അതൊക്കെ അങ്ങ് അപ്പുറത്ത് വീണതാണ്. ഏത്? ഇന്ത്യൻ അതിർത്തിക്ക് അപ്പുറത്ത്. പാക് ഓക്കുപ്പൈഡ് കാശ്മീർ പോലും അല്ല, ഇന്ത്യൻ അതിർത്തിക്ക് അപ്പുറത്ത്. ഇതെന്തൊരു വെടിവെച്ച് വീഴ്ത്തലെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതോ വെടിയും കൊണ്ട് നമ്മുടെ വിമാനം പറന്ന് ഇന്ത്യയിൽ വന്ന് വീണോ? വെടിവെച്ചാൽ ആ നിമിഷം പഴം പോലെ വീഴും വിമാനമൊക്കെ. വെറുതെ ബേർഡ് ഹിറ്റ് കൊണ്ട് വിമാനം ചുമ്മാ പഴം പോലെ വീഴുന്ന കണ്ടിട്ടില്ലേ? പക്ഷി ഇടിച്ചിട്ട് ഇല്ല. ഇതൊക്കെ വിമാനത്തിന് പീരങ്കി വെച്ച് നിങ്ങൾ ഉണ്ടപായിച്ച് കഴിഞ്ഞാൽ വിമാനം 1 സെക്കൻഡ് പോലും പിടിച്ച് നിൽക്കില്ല. അവിടെ വെച്ച് ആകാശത്ത് വെച്ച് പൊട്ടിത്തെറിക്കില്ലേ ഈ സാധനം? അപ്പോഴാണ് ഇവർ പറയുന്നത് അല്ലല്ല അവർ തിരിച്ചുപോയി അവിടെ എത്താറായി കഴിഞ്ഞപ്പോൾ അവിടെ വീണു. അത് പണ്ട് ഈ തച്ചോളിയോത എന്നൊക്കെ മറ്റേ വിളക്ക് കൊണ്ട് വയറ്റത്ത് കുത്തിക്കഴിഞ്ഞപ്പോൾ കച്ച മുറുക്കി കെട്ടിയിട്ട് അങ്കത്തട്ടിൽ നിന്ന് താഴെ ഇറങ്ങി വീട് വരെ പല്ലക്കിൽ വന്നു എന്നൊക്കെ പറഞ്ഞ് കഥ കേട്ടിട്ടില്ലേ? എന്നിട്ട് വീട്ടിൽ വന്ന് കിടന്ന് മരിച്ചു. അതുപോലെ ഈ വിമാനം വെടിയുണ്ടയൊക്കെ കയറി ആ കൂടെ വശകേടായി വിട്ടോ ചേട്ടാ തിരിച്ചോ വിമാനം എന്ന് പറഞ്ഞിട്ട് വിമാനം യു ടേൺ എടുക്കുന്നു. ഏകദേശം ഇവിടെ വന്ന് റൺവേക്ക് തൊട്ട് മുമ്പായിട്ട് ടോ എന്ന് പറഞ്ഞ് വീഴുന്നു. അങ്ങനെ 5 വിമാനങ്ങളും പട്ടാളത്തിൻ്റെ റൺവേക്ക് ചുറ്റുമായിട്ട് വീഴുകയും പട്ടാളം അപ്പം തന്നെ ടർപ്പോള കൊണ്ട് ഇതിനെല്ലാം അങ്ങ് മൂടുകയും അങ്ങനെ ഒരു ഫോട്ടോയും വീഡിയോയും പുറത്തു വരാതെ സംരക്ഷിക്കുകയും ചെയ്തു എന്നുള്ള കഥ. അത് വിഴുങ്ങാനും മാത്രം തൊലിക്കട്ടിയും മറ്റു പലതും ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവരത് വിഴുങ്ങിക്കോട്ടെ, നമ്മളതിൻ്റെ പിന്നാലെ ഒന്നും പോകണ്ട. ഇതുപോലത്തെ കള്ളക്കഥകൾ യുദ്ധകാലത്ത് ഒരുപാടുണ്ടാകും, പ്രത്യേകിച്ച് ഭാരതത്തെപ്പറ്റി. ഭാരതം എല്ലാവർക്കും ഒരു ഭീഷണിയാണ്. സാമ്പത്തിക ഭീഷണിയാണ്, ആയുധത്തിൻ്റെ കാര്യത്തിൽ ഭീഷണിയാണ്, ആത്മനിർഭർ എന്നുള്ള തത്വത്തിൻ്റെ കാര്യത്തിൽ ഭീഷണിയാണ്. നമ്മൾ ഉയർന്നു വരുന്നത് മറ്റാർക്കും പിടിക്കില്ല, സ്വാഭാവികമാണല്ലോ. നമ്പർ 1 പൊസിഷനിലേക്ക് ഒരാൾ വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്പർ 1 ആയിട്ട് നിൽക്കുന്നവന് പിടിക്കുമോ? പിടിക്കില്ല. അവനെങ്ങനെയെങ്കിലും ചവിട്ടിത്താത്താൻ നോക്കും. നമ്പർ 2ഉം നമ്പർ 1ഉം ചേർന്നിട്ട് നമ്പർ 3യെ ചവിട്ടും. നമ്പർ 1, 2, 3 ചേർന്നിട്ട് നമ്പർ 4നെ ചവിട്ടും. ഇത് സ്വാഭാവികമാണ്. അത് പിടിച്ചു നിൽക്കാനുള്ള കരുത്ത് നമുക്കുണ്ടാകണം. ഈ ഫോൾസ് നരേറ്റീവിലൊന്നും പെട്ടുപോകരുത്. എനിക്ക് നാഷണലിസ്റ്റുകളോട് പറയാനുള്ളത്, നിങ്ങളൊരു പോസിറ്റീവ് നരേറ്റീവ് ക്രിയേറ്റ് ചെയ്യുക, നെഗറ്റീവ് നരേറ്റീവ്സ് അപ്പം പൊളിച്ചു കളയുക. ഇതൊക്കെ ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക്, ഒരു ഭാരതീയൻ എന്നുള്ള നിലയ്ക്ക് നമ്മുടെ ചുമതലയാണ്. നമ്മളൊക്കെ സോഷ്യൽ മീഡിയയിലുണ്ട്. ഇത് നമ്മളുടെ ജോലിയായിട്ട്, ഈ കള്ളത്തരം പൊളിക്കുന്നത് നമ്മളുടെ ജോലിയായിട്ട് നമ്മൾ ഏറ്റെടുക്കുക. വെറുതെ തെറി പറയുക, അശ്ലീലം പറയുക, അതിനൊന്നും പോകരുത്. അതുകൊണ്ട് വിശേഷമില്ല. യു ഗെറ്റ് ആംഗ്രി ആൻഡ് യു വെൻറ്റ് യുവർ ആങ്കർ ത്രൂ സം വൾഗർ വേർഡ്സ്. അതുകൊണ്ട് കാര്യമില്ല. സിസ്റ്റമാറ്റിക്കായിട്ട് കൂൾ ഹെഡഡായിട്ട് ഈ കള്ളങ്ങൾ പൊളിച്ചു കൊടുക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പട്ടാളത്തിൻ്റെ ജോലി ചെയ്തോളൂ. നമ്മൾ പട്ടാളത്തെ ഉപദേശിക്കാനും പോകണ്ട. വിമാനം എത്ര പോകണം, എത്ര ദൂരം പോകണം, അത് പഴയതാണോ പുതിയത്, ഇതെല്ലാം പട്ടാളക്കാർക്ക് അറിയാം. ജസ്റ്റ് ബിലീവ് ദം. കുച്ച് മാൻ കെ ചലോ ന, കുച്ച് ജാൻ കെ ചലോ, കുച്ച് മാൻ കെ ചലോ എന്ന് ഹിന്ദിയിൽ പറയും. ചില കാര്യങ്ങൾ അറിഞ്ഞ് അത് വിശ്വസിക്കുക, ചില കാര്യങ്ങൾ പറഞ്ഞതങ്ങ് വിശ്വസിക്കുക. അതല്ലേ നമ്മൾ ചെയ്യുന്നത്. നമ്മളെ അച്ഛനോ ഗുരുക്കന്മാരോ ഒക്കെ പറയുന്ന കാര്യം ലാബിൽ കൊണ്ടുപോയി വെരിഫൈ ചെയ്തിട്ടാണോ നമ്മൾ വിശ്വസിക്കുന്നത്? അല്ല, നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് അവർ പറയുന്നത്. നമുക്ക് ഉത്തമ ബോധ്യമുണ്ട്. You have to have that trust on your army and your administration, at least in this hour of crisis. So please do your job, break this narrative and become victorious. Jai Hind. Thank you.